മനുഷ്യരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റും സ്മെല്ലും. ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലോ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈ സെൻസുകൾ കേവലം ഭക്ഷണം കഴിക്കാനോ സ്മെല്ലറിയാനോ ഉള്ളത് മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിന് എങ്ങനെയാണ് ഈ ലോകത്തെ അറിയുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിൻഡോസ് ആണ് ഈ രണ്ട് സെൻസുകൾ. അപ്പം നമുക്ക് ഈ കെമിക്കൽ സെൻസുകളുടെ അത്ഭുതകരമായിട്ടുള്ള ലോകത്തേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ പലപ്പോഴും നമ്മൾ അത്ര വലിയ പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് സ്മെല്ല്. ഇതിനെ പലപ്പോഴും ഒരു ഫോർഗോട്ടൻ സെൻസ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും ശരിക്കും ഇതിൻ്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ ഒഴുകി നടക്കുന്ന ഓഡോറൻ മോളിക്യൂൾസ് അഥവാ ഗന്ധം വഹിക്കുന്ന കുഞ്ഞൻ തന്മാത്രകളെ തിരിച്ചറിയുന്നതിലൂടെയാണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. നമ്മളൊന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈ മോളിക്യൂൾസ് നമ്മുടെ മൂക്കിനുള്ളിലെ ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്ന ഭാഗത്ത് ചെന്നെത്തും. ഓരോ മൂക്കിലും ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ മാത്രം വലിപ്പമുള്ള ഈ ചെറിയ ടിഷ്യൂ പാളിയാണ് നമ്മുടെ മെയിൻ സ്മെൽ ഡിറ്റക്ടർ എന്ന് പറയാം. ഈ എപ്പിത്തീലിയത്തിനുള്ളിൽ മില്യൺ കണക്കിന് ചെറിയ രോമങ്ങൾ അഥവാ സിലിയകളുണ്ട് എന്ന് പറയാം. ഇവയും സ്മെല്ല് വേൾഡിലെ ഡിറ്റക്റ്റീവ്സിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ സിലിയകളുടെ സർഫസിൽ പ്രത്യേക റിസപ്റ്റർ സൈറ്റുകളുണ്ട്. ഇതിനൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം പോലെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അതായത് ഓരോ സ്മെല്ലും ഓരോ കീ പോലെയാണ്. അതിന് കൃത്യമായിട്ട് ചേരുന്ന റിസപ്റ്റർ എന്ന ലോക്കിൽ ചെന്ന് സെറ്റാവുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് ട്രാൻസ്ഡക്ഷൻ എന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ള ഫിസിക്കൽ എനർജി നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട് മാറുന്നു. ഈ സിഗ്നലുകൾ നേരെ പോകുന്നത് മൂക്കിന് തൊട്ട് മുകളിലുള്ള ഓൾഫാക്ടറി ബൾബ് എന്ന ഭാഗത്തേക്കാണ്. ബ്രെയിനിലേക്കുള്ള സ്മെല്ലിൻ്റെ വിവരങ്ങൾ എത്തുന്ന ആദ്യത്തെ സ്വിച്ചിങ് സ്റ്റേഷനാണ് ഈ ബൾബ് എന്ന് പറയാം. ഇവിടെ സിമിലറായ സ്മെല്ലുകളെ ഒരേ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്ന ഗ്ലോമറൂലി ക്ലസ്റ്ററുകളുണ്ട്. സ്മെല്ലിൻ്റെ സൈക്കോളജി നമ്മൾ നോക്കിയാൽ മറ്റ് സെൻസുകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം സ്മെൽ ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് പോകുന്നത് വളരെ ഡയറക്റ്റായ ഒരു റൂട്ടിലൂടെയാണ്. അതായത് നമ്മുടെ വികാരം, ഓർമ്മ എന്നിവ കൈകാര്യം ചെയ്യുന്ന ലിംബിക് സിസ്റ്റം എന്ന ഭാഗത്തേക്കാണ് ഈ സിഗ്നലുകൾ നേരിട്ടെത്തുന്നത്. പ്രത്യേകിച്ച് ബ്രെയിനിലെ ഇമോഷണൽ കോറായ അമിഗ്ഡാലയിലേക്കും മെമ്മറി സ്റ്റോറേജ് സ്പേസായ ഹിപ്പോ ക്യാമ്പസിലേക്കും ഈ സിഗ്നലുകൾ നേരിട്ട് പായുന്നു. അതുകൊണ്ടാണ് ചില സ്മെല്ലുകളോട് നമുക്ക് വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്നത്. മറ്റ് സെൻസുകളെല്ലാം ബ്രെയിനിലെ തലാമസ് എന്ന റിലേ സ്റ്റേഷൻ വഴിയാണ് കടന്നു പോകുന്നതെങ്കിൽ സ്മെല്ല് മാത്രം ഈ സ്റ്റേഷനെ ബൈപ്പാസ് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് എടുക്കുന്നു എന്ന് പറയാം. ഇതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം ചില പ്രത്യേക സ്മെല്ല് കിട്ടുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇതിനെ സൈക്കോളജിയിൽ പ്രൂസ്റ്റ് എഫക്റ്റ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് പണ്ട് സ്കൂളിൽ പോയിരുന്ന കാലത്തെ മഴയുടെ ഓർമ്മകളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന പ്രത്യേക ഫുഡിൻ്റെ ആ ഒരു സ്മെല്ല് അതിൻ്റെ ഓർമ്മകളിലേക്കോ ഒക്കെ നമ്മൾ തിരിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഒരു സ്മെല്ല് കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് തിരിച്ചറിയാൻ ഈ വിവരങ്ങൾ ബ്രെയിനിലെ ടെമ്പറൽ ലോബിലുള്ള പ്രൈമറി ഓൾഫാക്ടറി കോർട്ടെക്സിലും എത്തേണ്ടതുണ്ട്. അവിടെ വെച്ചാണ് ഇത് കാപ്പിയുടെ മണമാണ് അല്ലെങ്കിൽ ഇത് പുകയുടെ സ്മെല്ലാണ് എന്നൊക്കെ നമ്മൾ ബോധപൂർവം മനസ്സിലാക്കുന്നത്. സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമാണ് സെൻസറി അഡാപ്റ്റേഷൻ. നമ്മളൊരു റൂമിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാതെ വരും. ഇതിന് കാരണം നമ്മുടെ റിസപ്റ്ററുകൾ ആ സ്ഥിരമായിട്ടുള്ള സ്മെല്ലിനോട് പൊരുത്തപ്പെടുന്നതുകൊണ്ടാണ്. പുതിയ മണങ്ങളെ തിരിച്ചറിയാൻ ബ്രെയിനിനെ സഹായിക്കുന്ന ഒരു എവല്യൂഷണറി അഡാപ്റ്റേഷനാണിതെന്ന് പറയാം. എന്നാൽ സ്മെല്ല് തിരിച്ചറിയാനുള്ള കഴിവ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ അനോസ്മിയ എന്നും ഭാഗികമായിട്ട് നഷ്ടപ്പെടുന്നതിനെ ഹൈപ്പോസ്മിയ എന്നുമാണ് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ തന്നെ വളരെ സാരമായിട്ട് ബാധിക്കുമെന്ന് പറയാം. കാരണം ഭക്ഷണത്തിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കായത് പോലെയുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥയൊന്നും തിരിച്ചറിയാൻ ഇത്തരക്കാർക്ക് കഴിയില്ല. ഇനി അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഇടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സ്മെല്ലിൻ്റെ ഒരു മെക്കാനിസമാണ് ഫിറോമോൺസ്. മനുഷ്യരിൽ അത്രത്തോളം ഇത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചർച്ചാ വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ സ്മെല്ല് എന്നത് വെറും ഒരു സെൻസ് മാത്രമല്ല, അത്
നമ്മുടെ ഇമോഷൻസും മെമ്മറീസും ഒക്കെ ആയിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് രുചിയുടെ ലോകത്തേക്ക് കടക്കാം. നമ്മുടെ മണവും രുചിയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എങ്കിലും ഇവ രണ്ടിൻ്റെയും പ്രവർത്തന രീതികളും അവ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതികളും തികച്ചും വ്യത്യസ്തമാണ്. ഗസ്റ്റേറ്ററി സിസ്റ്റം അഥവാ നമ്മുടെ രുചി അറിയാനുള്ള കഴിവിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് സലൈവയിൽ അഥവാ ഉമിനീരിൽ ലയിച്ചു ചേരുന്ന തന്മാത്രകളെ തിരിച്ചറിയുന്ന പ്രക്രിയയെക്കുറിച്ചാണ്. ഇതിനെയാണ് സയൻറ്റിഫിക് ആയിട്ട് ടേസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നാവിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉള്ളത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് പാപ്പില്ലെ എന്ന് വിളിക്കുന്നത്. പലരും കരുതുന്നത് ഇവയാണ് ടേസ്റ്റ് ബഡ്സ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ പാപ്പില്ലേകൾക്കുള്ളിലാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒളിച്ചിരിക്കുന്നത്. ഓരോ ടേസ്റ്റ് ബഡ്സിലും ഏകദേശം 50 മുതൽ 100 വരെ സ്പെഷ്യലൈസ്ഡ് റിസപ്റ്റർ സെല്ലുകളുണ്ട്. ഇവയാണ് രുചിയുടെ കാര്യത്തിലെ റിയൽ ഡിറ്റക്റ്റീവ്സ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ടേസ്റ്റൻറ്റുകൾ ഉമിനീരിൽ ലയിക്കുകയും ടേസ്റ്റ് ബഡുകളിലെ ഹോൾസിലൂടെ ഉള്ളിലേക്ക് കടന്ന് ഈ റിസപ്റ്റർ സെല്ലുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് നമ്മുടെ നാവിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാകുന്നത് അഥവാ ട്രാൻസ്ഡക്ഷൻ സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും 5 അടിസ്ഥാന രുചികളെ തിരിച്ചറിയാനാണ് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ്സുകൾക്ക് സാധിക്കുന്നത്. അതിൽ ആദ്യത്തേത് മധുരമാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി തരുന്ന ഷുഗർ കണ്ടന്റ് ഉണ്ടെന്ന് ബ്രെയിനിന് സിഗ്നൽ നൽകുന്നു. രണ്ടാമത്തേത് പുളിയാണ്. ഇത് പലപ്പോഴും ആസിഡുകളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഫുഡ് കേടായതാണോ അതോ പഴുക്കാത്തതാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു മെക്കാനിസം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഉപ്പിൻ്റെ രുചി നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താൻ അത്യാവശ്യമാണ്. നാലാമത്തേത് കയ്പ്പാണ്. ശരിക്കും നമ്മുടെ സെൻസറി സിസ്റ്റത്തിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒന്നാണിത്. കാരണം പ്രകൃതിയിലുള്ള മിക്ക വിഷാംശങ്ങളും കയ്പ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിഷം അകത്ത് ചെല്ലാതിരിക്കാൻ ബ്രെയിന് ഒരുക്കുന്ന ഒരു സുരക്ഷ കവചമാണിത് എന്ന് പറയാം. അഞ്ചാമത്തേത് ഉമാമി. ഇതൊരു ജപ്പാനീസ് വാക്കാണ്. ഇതിനെ നമുക്ക് ഒരു തരം മീറ്റി അല്ലെങ്കിൽ സേവറി ടേസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ തിരിച്ചറിയാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നാവിൻ്റെ ഓരോ ഭാഗത്താണ് ഓരോ രുചികൾ തിരിച്ചറിയുന്നത് എന്നുള്ള ആ ഒരു ടങ് മാപ്പിംഗ് തിയറി. അതൊരു വലിയ മിത്താണ് ശരിക്കും. കാരണം നാവിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഈ 5 രുചികളും ഒരുപോലെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. നാവിൽ നിന്ന് തുടങ്ങുന്ന ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ക്രേനിയൽ നെർവുകൾ വഴി ബ്രെയിൻ സ്റ്റെമ്മിലും അവിടെ നിന്ന് നമ്മുടെ റിലേ സ്റ്റേഷനായ തലാമസിലും എത്തും. ഒടുവിൽ ഇത് ഫ്രണ്ടൽ ലോബിലെ പ്രൈമറി ഗസ്റ്റേറ്ററി കോർട്ടക്സിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ രുചി ബോധപൂർവം ആസ്വദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സെൻസേഷൻ ആണെങ്കിൽ ഇതിൻ്റെ പെർസെപ്ഷൻ അഥവാ ഓരോരുത്തരും രുചി എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി തികച്ചും വ്യത്യസ്തമാണ്. ഇതിൽ ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചിലരെ നമ്മൾ സൂപ്പർ ടേസ്റ്റേഴ്സ് എന്ന് വിളിക്കും. അവരുടെ നാവിൽ പാപ്പില്ലുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കയ്പുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളും അവർക്ക് അസഹനീയമായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എക്സ്ട്രീം ലെവലിലായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നോൺ ടേസ്റ്റേഴ്സിന് ഇതേ ഫുഡ് വളരെ സാധാരണയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. ടേസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ടേസ്റ്റ് അവേർഷൻ ലേണിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രത്യേക ഫുഡ് കഴിച്ചതിന് ശേഷം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഫുഡിൻ്റെ മണമോ രുചിയോ പോലും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ശരിക്കും ആ ഫുഡിൻ്റെ കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് പ്രശ്നം വന്നത് എങ്കിൽ പോലും നമ്മുടെ ബ്രെയിന് അതിനെ ഒരു അപകടമായിട്ട് കണക്കാക്കിയിട്ട് കണക്ട് ചെയ്ത് വെക്കും. ഇതൊരു സർവൈവൽ മെക്കാനിസം കൂടിയാണ്. നമ്മളൊരു മധുരമുള്ള എന്തെങ്കിലും കഴിച്ച് തുടങ്ങിയാൽ ആദ്യത്തെ കഷ്ണം തരുന്ന അത്രയും മധുരം പിന്നീട് കഴിക്കുന്ന ആ ഒരു കഷ്ണങ്ങൾക്ക് നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ റിസപ്റ്ററുകൾ ആ രുചിയുമായിട്ട് അഡാപ്റ്റ് ആയി കഴിഞ്ഞുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ രുചി എന്നത് വെറും നാവിലെ ഒരു അനുഭവം മാത്രമല്ല, അത് നമ്മുടെ ബ്രെയിൻ നടത്തുന്ന വലിയൊരു പ്രോസസ്സിങ്ങിൻ്റെ റിസൾട്ടാണ്. ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് നാവ് കൊണ്ട് മാത്രം അറിയുന്ന ഒന്നാണെന്നാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. ടേസ്റ്റും സ്മെല്ലും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഫ്ലേവർ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും വേറിട്ട അനുഭവങ്ങളല്ല എന്നുള്ളതാണ്. അതായത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണത്.
ഇവിടെയാണ് റിട്രോനേസൽ ഓൾഫാക്ഷൻ എന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ മണം നമ്മുടെ മൂക്കിലൂടെ മാത്രമല്ല ബ്രെയിനിലേക്ക് എത്തുന്നത്. ഫുഡ് ചവക്കുമ്പോൾ അതിൽ നിന്നുള്ള മണം നമ്മുടെ തൊണ്ടയുടെ പിൻഭാഗത്ത് കൂടി മൂക്കിലെ ക്യാവിറ്റിയിലേക്ക് ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എപ്പോഴെങ്കിലും മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കര ജലദോഷം വന്നപ്പോൾ ഫുഡിനൊരു ടേസ്റ്റും തോന്നാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിനിന് അപ്പോൾ സ്മെല്ലിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടാത്തതാണ് അതിന് കാരണം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള മധുരമോ പുളിയോ ഒക്കെ തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റും. പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ യുണീക്കായിട്ടുള്ള ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ബ്രെയിനിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് പോലെയുള്ള ഭാഗങ്ങളിലാണ് ഈ മാജിക് സംഭവിക്കുന്നത്. ടേസ്റ്റ്, സ്മെല്ല്, പിന്നെ ഭക്ഷണത്തിൻ്റെ ടെക്സ്ചർ, ചൂട്, കാഴ്ച, ഇതൊക്കെ കൂടി ചേർന്ന് ഒരു ഓർക്കസ്ട്ര പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു അടിപൊളി ഫ്ലേവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓരോ ഇന്ദ്രിയവും ഓരോ വ്യത്യസ്ത മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പോലെയാണ് എങ്കിലും അവയെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മാത്രമാണ് മനോഹരമായൊരു സംഗീതം അഥവാ ഫ്ലേവർ ഉണ്ടാകുന്നത്. ഫ്ലേവർ എന്ന് പറയുന്നത് വെറും കെമിസ്ട്രി മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് കൂടിയാണ്. ഫുഡിൻ്റെ നിറം, അതിൻ്റെ ടെക്സ്ചർ, ഒരു ഡിഷിൻ്റെ പേര്, നമ്മൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിലെ ആംബിയൻസ്, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് പെർസെപ്ഷനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അത് നല്ലതായിരിക്കുമെന്ന് മുൻകൂട്ടി എക്സ്പെക്റ്റ് ചെയ്താൽ ശരിക്കും അത് നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ പ്രോസസ്സിങ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ മുൻപത്തെ അറിവും പ്രതീക്ഷകളും സാഹചര്യങ്ങളും നമ്മുടെ സെൻസറി ഇൻഫർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളിൽ കൾച്ചറിന് വലിയൊരു റോളുണ്ട്. ഒരു നാട്ടിൽ നല്ല ഫുഡ് എന്ന് കരുതുന്ന ഫുഡ് മറ്റൊരു നാട്ടുകാർക്ക് ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഫുഡായിരിക്കും. നമ്മുടെ ബേസിക് ടേസ്റ്റ് റിസപ്റ്ററുകൾ ബയോളജിക്കൽ ആണെങ്കിലും നമുക്ക് എന്ത് ഇഷ്ടപ്പെടണം എന്നത് നമ്മുടെ ചുറ്റുപാടുകളും വളർന്നു വന്ന സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സൈക്കോളജിയിലെ സെൻസേഷൻ, പെർസെപ്ഷൻ എന്നീ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു റോ ഡേറ്റയാണ്. അതായത് ഒരു മണം നമ്മുടെ റിസപ്റ്ററിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ എനർജി ബ്രെയിനിലേക്ക് ഒരു സിഗ്നലായിട്ട് മാറുന്ന പ്രോസസ്സ്. എന്നാൽ ആ മണം ഒരു റോസാപ്പൂവിൻ്റെതാണെന്നോ അല്ലെങ്കിൽ ചീഞ്ഞ മുട്ടയുടേതാണെന്നോ നമ്മുടെ ബ്രെയിന് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ലോകത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നത് ബ്രെയിൻ ഈ റോ ഡാറ്റയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഓർമ്മകളും അറിവുകളും ഒക്കെ ഈ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രുചിയെയും മണത്തെയും കുറിച്ചിട്ട് ഇത്രയും കാലം നമ്മൾ കരുതിയിരുന്നതിനേക്കാൾ വലിയൊരു ലോകം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് വെറും ഫുഡ് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഒരു അപകടം മണത്തറിയാനോ ഉള്ള ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. മറിച്ച് നമ്മുടെ പഴയകാല ഓർമ്മകളെയും വികാരങ്ങളെയും ഒക്കെ ഒരു ആങ്കർ പോലെ തിരിച്ചു കൊണ്ടുവരാൻ ഈ സെൻസുകൾക്ക് കഴിയും. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെയും പെരുമാറ്റങ്ങളെയും വരെ ഇത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്ത് കഴിക്കണം, എവിടെ താമസിക്കണം, എന്തിന് നമുക്ക് ആരോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് എന്നുവരെ തീരുമാനിക്കുന്നതിൽ ഈ സെൻസുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് നമ്മുടെ സെൻസറി സിസ്റ്റം എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഇത് എത്രത്തോളം ഡൈനാമിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കെമിക്കൽ സെൻസുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യ അനുഭവങ്ങളുടെ ആഴമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബോധമനസ്സിലും അപ്പുറത്ത് അതിസൂക്ഷ്മമായ മോളിക്യൂളുകളും ന്യൂറൽ പാത്വേകളും ചേർന്ന് നമ്മുടെ അനുഭവങ്ങളെ മനോഹരമാക്കുന്ന രീതി ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്മെല്ല് നിങ്ങളെ തേടിയെത്തുമ്പോഴോ ഒരു നിമിഷം ആ മോളിക്യൂളുകൾ നിങ്ങളുടെ ശരീരത്തിലൂടെ നടത്തുന്ന ആ യാത്രയെക്കുറിച്ചും നിങ്ങളുടെ ബ്രെയിനിൽ ആ സെക്കൻഡിൽ നടക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ആ പ്രോസസ്സുകളെക്കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോകത്തെ ഈ അദൃശ്യ ശില്പികൾ അഥവാ ഇൻവിസിബിൾ ആർക്കിടെക്ട്സ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും കാണാം.
താങ്ക് യു ഫോർ വാച്ചിങ്.